അങ്കിളെ, ഞങ്ങൾ ഇപ്പൊ വന്നത് ചില പ്ലാനുകൾ തയ്യാറാക്കിയിട്ടാ. അതെല്ലാം രാജു പറയും. എന്താ മോനെ? ജഗനുകളെ, സത്യം പറഞ്ഞ ഒരു തെറ്റും ചെയ്യാതെ കുരിശ് ചുമക്കുന്നവരാ ഞങ്ങളുടെ അമ്മയും അങ്കിളും. മോൻ പറഞ്ഞത് ശരിയാ. അതിനെന്താ? എത്ര നാളെന്ന് കരുതിയാ ഈ കുരിശും ചുമന്ന് രണ്ടാളിങ്ങനെ നടക്കും? ഇതൊന്നും ഇറക്കി വെക്കണ്ടേ? ഇതിനൊരു അവസാനം വേണ്ടേ? പ്രതാപേട്ടനോടെല്ലാം തുറന്നു പറഞ്ഞ് അഗ്നിശുദ്ധി വരുത്തണം നമുക്ക്. അതിനയാൾ കേൾക്കാനൊന്നും നിന്ന് തരണ്ടേ? പെങ്ങള് പറയുന്നതും കേട്ട് നടക്കുകയല്ലേ അയാള്? നമ്മളെല്ലാവരും ചേർന്നുള്ള മീറ്റിങ്ങിന് അച്ഛൻ ഇരുന്ന് തരില്ല. മാത്രമല്ല, ആ പ്ലാൻ അറിഞ്ഞ അമ്മായി അത് എങ്ങനെയും മുടക്കും. അതാണല്ലോ ഇക്കാലം അത്രയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതിന് ഞങ്ങളൊരു വഴി ആലോചിച്ചു. ഞാനും ഋതുവും കൂടി ആലോചിച്ചെടുത്തൊരു പ്ലാനാണത്. എന്താ മോനെ? അംബിക മാഡം അങ്കിളിനെയും അമ്മയും കുടിക്ക കാര്യങ്ങളെല്ലാം അങ്കിള് വർമ്മ സാറിനോട് എന്ന മട്ടില് തുറന്നു പറയണം. ഞാനത് വീഡിയോയില് പകർത്തും. എന്നിട്ട് ഞാനും ഋതികയും കൂടി വർമ്മ സാറിനെ കാണിക്കും. സത്യങ്ങള് എന്നാണെങ്കിലും വർമ്മ സാറിന് ബോധ്യപ്പെടണമല്ലോ. ആദ്യത്തെ ഈ പ്ലാൻ വർക്കൗട്ട് ആയാൽ എന്തായാലും അങ്കിളിനെയും അമ്മയും കാണണമെന്ന് സാറ് താല്പര്യപ്പെടും. അപ്പോ അടുത്ത മീറ്റിംഗ് എന്താ പറയുന്ന അങ്കിളെ? കൊള്ളാം, ഞാൻ എല്ലാം തുറന്നു പറയാം. വർമ്മ സാറിനോട് നടത്തുന്ന സംഭാഷണമായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ക്യാമറ ഓൺ ചെയ്ത് സ്റ്റാർട്ട് എന്ന് പറയുമ്പോ അങ്കിള് പറഞ്ഞു തുടങ്ങിയാൽ മതി. ഓക്കെ മോനെ. പ്രതാപ, ഞാൻ നിരപരാധിയാണ്. ഞാൻ അവൾ നമ്മുടെ ഋതിക മക്കൾ മകൾ മകൾ അല്ല, എല്ലാം അവൾ ചെയ്ത ചതിയാണ്. ചതിയ അവൾ പ്രതാപനെ ചതിച്ചതാ. അവൾ അനിയന്റെ ഭാര്യയാണോ ഈ കുട്ടി? അതെ. മാറിക്കടാ. നീ കണ്ടതല്ലേ ഇവിടെ എന്താ നടന്നതെന്ന്? ആ ഡോഗ് വന്ന് നിന്നതും പിടികൂടിയതുമായ പ്രതി ഈ പെൺകുട്ടിയാ. സർ, വെടിയേറ്റ ആളോടൊപ്പം ഞാനും എന്റെ വൈഫും ഉണ്ടായിരുന്നു. മരിച്ച ജഗന്നാഥൻ അങ്കിളിനെ ഷൂട്ട് ചെയ്തത് എന്റെ വൈഫല്ല. അതെ, ഇതെന്റെ മകളാ. എന്റെ കുട്ടി ഇങ്ങനൊരു ക്രൂരത ചെയ്യില്ല. ആയിരിക്കാം സാർ. സാർ ഇപ്പൊ മകൾക്ക് വേണ്ടി വാദിക്കുകയോ റെക്കമെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താ അതിന്റെ ഭവിഷ്യത്ത് സാറിന് തന്നെയാ. മാധ്യമക്കാരെല്ലാം നോക്കി നിൽക്കുക. ഇവരിപ്പോ ഇത് ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യും. മനുഷ്യർക്ക് മിസ്റ്റേക്കുകൾ പറ്റുന്ന പോലെ പോലീസ് ഡോഗിനും മിസ്റ്റേക്ക് പറ്റിയതായിരിക്കും സർ. എന്റെ വൈഫ് തെറ്റൊന്നും ചെയ്തിട്ടില്ല സർ. രാജു എന്നല്ലേ പേര്? അതെ. അനിയ രാജു, അനിയന്റെ വികാരം എനിക്ക് ഉൾക്കൊള്ളാനാവും. ഇപ്പൊ അനിയന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലും ഇങ്ങനെയോ ഇതിൽ കൂടുതലോ റിയാക്ട് ചെയ്യുമായിരുന്നു.
അനിയൻ കണ്ടതല്ലേ? ഇത്രയും പേര് ഈ ഹോസ്പിറ്റൽ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്നിട്ടും ആ പോലീസ് ഡോഗ് ചെന്ന് നിന്നത് ഈ കുട്ടിയുടെ അടുത്താ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടിയെ അറസ്റ്റ് ചെയ്തേ പറ്റൂ. അത് നിയമമാണ്. അനന്തപിള്ളയുടെ മുഖത്ത് നോക്കി ഇതുവരെ ഒരു പെണ്ണും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല. 30 കോടി ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഈ ഒരു പിടി മണ്ണ് സത്യമാണെങ്കിൽ ഈ ഓർമ്മയെ മകളെ ഞാൻ എന്റെ കാൽക്കൽ വീഴിക്കും. സത്യം, സത്യം, സത്യം. എന്റെ ഭാര്യ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവളെ അറസ്റ്റ് ചെയ്യാനും കഴിയില്ല. സർ, സണ്ണിലോ പറയുന്ന സാർ കേൾക്കുന്നില്ലേ? ഇത് ന്യായമാണോ? ഞങ്ങൾക്ക് നിയമം നടപ്പിലാക്കണ്ടേ സാർ? അതോ സാറ് മരുമാൻ പറയുന്ന ശരിവെക്കുകയാണോ? ഇത് ചതിയാ, ആനന്ദന്റെ ചതി. നിങ്ങൾ എന്ത് പറഞ്ഞാലും എന്റെ ഭാര്യയെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. രാജു, നിയമത്തിന്റെ വഴിക്ക് തന്നെ പോട്ടെ. അല്ല സർ, നാട്ടുകാരും മീഡിയക്കാരും കൂടും മുമ്പേ അവരിങ്ങ വിട്ടേക്കാം. സാർ എന്താ ഈ പറയുന്നത്? രാജു, ഇതൊരു ചതി തന്നെയാ.